പ്രീതം ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെമ്മീൻ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ചെമ്മീൻ കറി ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. അത് ചെമ്മീൻ ആദ്യമേ മുറിക്കുന്നത് നിങ്ങളെ കാണിക്കാൻ പറ്റിയിട്ടില്ല. എല്ലാം മുറിച്ച് കഴിഞ്ഞതിൻ്റെ ഇപ്പമാണ് കാണിക്കാൻ വിചാരിച്ചത്. കാണിക്കണമെന്ന് വിചാരിച്ചിട്ടില്ല ഇന്ന് ബ്ലോഗ് എടുക്കണമെന്ന്. ചെറിയ ചെമ്മീനായതുകൊണ്ട് ഇത് കറി വെച്ചാൽ കൂട്ടാനാക്കിയാൽ നന്നായിട്ടുണ്ടാവും. അതിങ്ങനെ ചെമ്മീൻ ഇത് നുള്ളിയിട്ട് അതിൻ്റെ ഉള്ളിലൊരു കറുപ്പ് നൂല് പോലത്തെ ഉണ്ടാവും. അത് നടുക്കുന്ന നമ്മളത് നുള്ളിയെടുക്കണം. ഞാനെല്ലാ ചെമ്മീനും ക്ലീനാക്കി കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങളെ കാണിക്കാൻ തോന്നിയത്. എന്താ കണ്ട, അതിൻ്റെ ഉള്ളിലൊരു കറുപ്പ് നൂല് പോലത്തെ ഉണ്ടാവും. എടുത്തിട്ട് വേണം ചെമ്മീൻ ക്ലീൻ ആക്കണ്ടെങ്കിൽ. അല്ലെങ്കിൽ ചെമ്മീൻ കഴിച്ചാൽ നമുക്ക് വയറുവേദനയെല്ലാം വരും. എല്ലാ ചെമ്മീൻ്റെ ഉള്ളിലും ഒരു കറുപ്പ് നൂല് പോലത്തെ ഒരു സാധനം ഉണ്ടാവും. നടുക്ക് ഒരു കറുത്ത ഞാൻ എടുക്കുന്ന നോക്കിക്കോ. അതെൻ്റെ പെട്ടെന്ന് ഇത് ഉരിച്ചെടുക്കാൻ പറ്റും. ഇങ്ങനെ നടുക്കൊരു കറുപ്പ് കളറിൽ കണ്ട എല്ലാ ചെമ്മീനും അതേപോലെ ഞാനെല്ലാം ക്ലീനാക്കി എടുത്ത് വെച്ച് ഇനി 2-3 വെള്ളത്തിൽ കഴുകണം. നല്ല വെള്ള കളറാകുന്നവരെ കഴുകിയെടുക്കണം. അല്ലെങ്കിൽ അതിൽ മണലും വൃത്തികേടെല്ലാം ആയിട്ടുണ്ടാവും. എല്ലാം നല്ല കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് നമുക്കതൊരു നല്ല കൈ കൊണ്ട് തന്നെ ഇതാക്കി എടുത്ത് വെക്കണം. എല്ലാം കൂടി നല്ലോണം കൈ കൊണ്ട് അവിടെ ഇതാക്കിയിട്ട് വെക്കാം. ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞിട്ട് തന്നെ ഇത് എടുക്കാൻ പാടുള്ളൂ. ആ ചെമ്മീനിന് ഉപ്പും മുളകും എരിവെല്ലാം നല്ല ഇതാകട്ട്. പശുവിനും കുട്ടീനെല്ലാം അനിയത്തീൻ്റെ ഭർത്താവാണ് വയലിലേക്ക് കൊണ്ടുപോകാൻ നോക്കലാന്ന്. കറന്നിട്ട് പശു കറവുണ്ട്. നാട്ടിൽ പോയടുത്തുനിന്നാണ് എടുക്കുന്നത് ഞാൻ ഈ ബ്ലോഗ്. ഇപ്പോൾ രാവിലെ പത്തലാണ് ഉണ്ടാക്കുന്നത്. അന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചില്ലേ, അത് ഉണ്ടാക്കിക്കോലാണ്. അത് അടുപ്പിലാണ് ആക്കുന്നത്. അപ്പോൾ അത് നിങ്ങളെയും കാണിക്കാമെന്നും പറഞ്ഞിട്ട് ഞാനത് ഇട്ട് കാണിക്കുന്നതാണ്. അപ്പോൾ തേങ്ങ നല്ല നൈസിൽ അരക്കണം. അതിനെന്താ നല്ല കരിവേപ്പില ഞാൻ പൊട്ടിക്കുന്നത് കാണിക്കാൻ പറ്റിയിട്ടില്ല. നല്ല ഫ്രഷായിട്ടുള്ള കരിവേപ്പിലയും കിട്ടിയിട്ടുണ്ട്. അതിന് നല്ല പഴുത്ത 2 തക്കാളി എടുത്ത് ചെറുതായിട്ട് മുറിച്ചെടുക്കണം. 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മതി. കുടംപുളി ഇട്ടിട്ടാണ് ഞാൻ ചെമ്മീൻ കൂട്ടാനുണ്ടാക്കുന്നത് കറി. കുടംപുളി ഉണ്ടാക്കുന്ന ചെമ്മീൻ കറി നന്നായിട്ടുണ്ടാവും. അല്ലെ മാങ്ങ ഇട്ടിട്ട് വെച്ചാലും നന്നായിട്ടുണ്ടാവും. ഇത് കുടംപുളി കുറച്ച് പഴയതായിപ്പോയിന്. അത് കാരണം അത് 2-3 വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് നേരം കുതിരാൻ വെക്കുന്നുണ്ട്. അന്നേരത്താണ് അതിൻ്റെ പുളിപ്പ് ഇറങ്ങി വരിക. അതിന് വേണ്ടിയിട്ട് തേങ്ങ പൊട്ടിച്ച് നല്ല നൈസിൽ അരച്ചെടുക്കണം. ചെമ്മീൻ കറി മീൻ കറി എല്ലാം വെക്കുമ്പോൾ നല്ല തേങ്ങ നൈസായിട്ട് അരയണം. എന്നാലാണ് ആ കൂട്ടാനിന് നല്ല ടേസ്റ്റ് കൊടുക്കുക. ഞാൻ ഗ്യാസ് അടുപ്പിലുണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ അടുപ്പിലുണ്ടാക്കിയാൽ നന്നായിട്ടുണ്ടാകും. അത് ചട്ടിയിൽ വെച്ചിട്ട് ചെമ്മീൻ കറി വെക്കുന്നത് നല്ല ടേസ്റ്റാണ്. അതാണ് അടുപ്പിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ കുടംപുളി പുതിർത്തതും അതിലേക്കിട്ട് എല്ലാം കൂടി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ചെമ്മീൻ അതിലേക്ക് ഇടാം. അത് ചെമ്മീനിൽ ഉപ്പും മുളകും മഞ്ഞളെല്ലാം ഇട്ട കാരണം ഇതിലേക്ക് ഉപ്പും മഞ്ഞളും മുളകൊന്നും ഇട്ടിട്ടില്ല. തേങ്ങ മാത്രം അരച്ചൊഴിച്ചത് തിള വന്നതും എല്ലാം ഒന്നിച്ചൊഴിച്ച് തിളപ്പിച്ചാലും മതി. ഞാനിത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കുന്നതാണ്. ഇതാ നമുക്ക് ചെമ്മീൻ ഇതിലേക്ക് ഇടാം. ഇതേപോലത്തെ ചെറിയ ചെമ്മീൻ കറി വെച്ചാലാണ് നന്നായിട്ടുണ്ടാവുക. വലുത് പൊരിച്ചെടുക്കുന്നതാണ് നല്ലത്.
ഇതേപോലെ ചെറിയ ചെറിയ ചെമ്മീൻ കിട്ടിയാൽ കുടംപുളിയോ മാങ്ങയോ ഇട്ട് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതിൻ്റെ രുചി. അത്ര നന്നായിട്ടുണ്ടാവും. ഇതെല്ലാം ഇനി ഒന്ന് തിളക്കട്ട്. നല്ല അധികം വെള്ളം ആകാൻ പാടില്ല. നല്ല ചെമ്മീനും അതിന് പിന്നെ ഇഞ്ചി തിളച്ചതിന് ശേഷം ഇഞ്ചി ഇട്ടാൽ മതി. ഇതുപോലെ നിങ്ങളും ഉണ്ടാക്കി നോക്കൂ. ലൈക്ക് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ. നല്ല തിളച്ച് ഇനി നമുക്കിത് ഇറക്കി വെക്കാം. നല്ല മട്ടയരി ചോറാണ്. മട്ടയരി ചോറ്, കക്ക ഫ്രൈ, സമ്മന്തി, പയറുപ്പേരി എല്ലാം ഉണ്ടായിരുന്നു. കൂട്ട് കറിയുണ്ട്, ചെമ്മീൻ